പ്രമോദ് കോട്ടൂളിയെ CPIM പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനം. റിയൽ എസ്റ്റേറ്റ് ബിനാമി ബന്ധമാണ് കാരണം. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കാനാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ശാന്തകുമാറാണ് ചേരുന്നത്. ശാന്തകുമാർ, PSC കോഴ ആരോപണത്തിൽ പ്രമോദ് കോട്ടൂളിയെ സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു CPM പ്രതികരണങ്ങളെല്ലാം. എന്നാൽ ഇപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനാണ് തീരുമാനം. എന്തുകൊണ്ടാണ് ഇത്തരമൊരു നടപടിയിലേക്ക് എത്തിയത്? CPMന്റെ ഔദ്യോഗിക തീരുമാനം തന്നെയാണ് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ PSC അംഗത്വ കോഴ ആരോപണമാണ് നിലനിരുന്നെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായി നേരത്തെ ഉണ്ടായിരുന്ന റിയൽ എസ്റ്റേറ്റ് ബിനാമി ബന്ധങ്ങളുടെ പേരിൽ അന്വേഷണ കമ്മീഷൻ അതേക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രമോദ് കോട്ടൂളിയെ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത്. പ്രമോദ് കോട്ടൂളി പലവട്ടം ഇത്തരം റിയൽ എസ്റ്റേറ്റ് ബിനാമി ബന്ധങ്ങളെ കുറിച്ച് പാർട്ടിക്ക് അറിവുണ്ടായിട്ടും അത്തരം താക്കീതുകൾ നൽകിയിട്ടും അത് തുടർന്ന കാര്യങ്ങളെല്ലാം അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ ഉണ്ടായിരുന്നു. ആ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലാണ് ഇപ്പോൾ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെയാണ് ഈ PSC കോഴ ആരോപണം വന്നത്. പക്ഷെ PSC കോഴ ആരോപണം ഒരു തരത്തിലും CPM ഇപ്പോഴും അത് അംഗീകരിച്ചിട്ടില്ല. നേരത്തെയും ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞിരുന്നു അത്തരത്തിലൊരു പരാതി പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയായിരുന്നു. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ പ്രസാദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് CPMന്റെ വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. ശാന്തകുമാർ, ഈ റിയൽ എസ്റ്റേറ്റ് ബിനാമി ബന്ധം ആരോപിച്ചാണ് ഇപ്പോൾ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. നേരത്തെ PSC കോഴ ആരോപണം ഉണ്ടായ സമയത്ത് അതൊരു വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കില്ല, അത് പാർട്ടിയെ മുഴുവൻ പ്രതിരോധത്തിലാക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം പ്രമോദ് കോട്ടൂളിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടെടുത്തത്. നിലവിൽ ഈ റിയൽ എസ്റ്റേറ്റ് ബിനാമി ബന്ധം എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയിലേക്ക് മാത്രം ആയി കേന്ദ്രീകരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കുമോ പാർട്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയത്? PSC എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനാ സ്ഥാപനത്തിലെ അംഗങ്ങളെ നിയമിക്കുന്നതിൽ ഭരണത്തിന് നേതൃത്വം നൽകുന്ന CPMന് വലിയ പങ്കാളിത്തമുണ്ട്. അത്തരത്തിലുള്ള ഒരു പങ്കാളിത്തമുള്ള ഒരു അംഗത്വത്തിൽ നിന്നും പണം വാങ്ങി എന്നുള്ള ആക്ഷേപം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നതിനപ്പുറം നിയമപരമായി കൂടി ചെയ്യേണ്ടി വരും. അതുകൂടി കണക്കിലെടുത്ത് തന്നെ ആയിരിക്കണം ഇത്തരത്തിൽ റിയൽ എസ്റ്റേറ്റ് ബന്ധം എന്നുള്ള ഒരു രീതിയിലേക്ക് നടപടിയിലേക്ക് പ്രമോദ് കോട്ടൂളിക്കെതിരെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഒരിക്കലും ഇപ്പോഴും CPM പറയുന്നു അതിനകത്ത് ഈ നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഒന്നും പറയാതെ ഇപ്പോഴും പറയുന്നത് പ്രമോദ് കോട്ടൂളിക്കെതിരെ മറ്റ് പരാതികളില്ല. അതായത് PSC അംഗത്തിന് കോഴ വാങ്ങി എന്നുള്ളതിനുള്ള ഒരു തരത്തിലുള്ള പരാതിയും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും പലവട്ടം ആവർത്തിച്ച് പറഞ്ഞാണ്. ആ കാര്യത്തിൽ ഇപ്പോഴും അതേ നിലപാടിൽ നിലനിന്നുകൊണ്ട് തന്നെ പക്ഷെ പ്രമോദ് കോട്ടൂളിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ മറ്റു കാര്യങ്ങളാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. ശരി ശാന്തകുമാർ, പ്രമോദ് കോട്ടൂളിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് പാർട്ടി ഇപ്പോൾ. ആ വിവരങ്ങളാണ് ശാന്തകുമാർ നൽകിയത്.